നമസ്കാരം. ലോകജാലകത്തിലേക്ക് സ്വാഗതം. ആനന്ദ് ടി വി അവതരിപ്പിക്കുന്ന ലോകജാലകത്തിൽ വിവിധ മേഖലകളിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കാണാത്ത ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളെയും അറിയാൻ ആഗ്രഹിക്കുന്ന സംഭവ വികാസങ്ങളും കാണാക്കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ അധികം ആരും അറിയാതെ പോയ ഒരു സ്ഥലം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലമുകളിലെ ക്ഷേത്രം. അക്കാലത്തെ വാസ്തുവിദ്യയുടെ ഉദാഹരണവും പാറ തുരന്ന് കൊത്തിയെടുത്ത തൂണുകളുമുള്ള ഒരു ജൈനഗുഹാക്ഷേത്രം. ഇന്നത്തെ ലോകജാലകത്തിൽ ചിതറാൾ ജൈനഗുഹാക്ഷേത്രം എന്ന വിസ്മയത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള യാത്രാമധ്യേ പോകാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അധികമാരും കേട്ടിട്ടില്ലാത്ത എന്നാൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചിതറാൾ ജൈനക്ഷേത്രം. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കൂടി പോകുന്നവർ തമിഴ്നാട് മാർത്താണ്ഡത്തെ ചിതറാൾ എന്ന ഗ്രാമത്തിൽ പോകാൻ മറക്കരുത്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് 9-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ജൈനക്ഷേത്രമാണ്. തിരുച്ചാരണത്ത് മലയുടെ മുകളിലുള്ള ക്ഷേത്രവും കാഴ്ചകളും മനം കുളിർപ്പിക്കുന്ന ഒന്നാണ്. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കുന്നതുവരെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു ചിതറാൾ. തിരുവനന്തപുരത്ത് നിന്ന് 46 കിലോമീറ്റർ പോയാൽ ചിതറാൾ എത്താം. ചിതറാളിൽ നിന്ന് 55 കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരിയിലേക്ക്. മലൈക്കോവിൽ എന്നാണ് പ്രദേശവാസികൾ ഈ ക്ഷേത്രത്തെ വിളിക്കുന്നത്. ക്ഷേത്രമാണെങ്കിൽ പോലും ഇവിടെ പൂജയില്ല. 1964 മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രം. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4:30 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം. 5 മണി കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കും. 9-ാം നൂറ്റാണ്ടിൽ വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവാണ് ഈ ജൈനക്ഷേത്രം പണികഴിപ്പിച്ചത്. 7-ാം നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമന്റെ കാലം മുതൽക്കേ തമിഴ്നാട്ടിൽ ജൈനമതം പ്രചരിപ്പിച്ചിരുന്നു. കേരളത്തിലെ ആയി രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു വിക്രമാദിത്യ വരഗുണൻ. കേരളത്തിന്റെ അശോകൻ എന്നറിയപ്പെടുന്ന രാജാവ് വിക്രമാദിത്യ വരഗുണൻ AD 905 മുതൽ 912 വരെ അന്നത്തെ ജൈന കേന്ദ്രമായിരുന്ന തിരുച്ചാരണത്തു പള്ളി എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്ത് താമസിക്കുകയുണ്ടായി. ആ സമയം അദ്ദേഹം അവിടുത്തെ ജൈനർക്ക് വേണ്ടി പണികഴിപ്പിച്ച ക്ഷേത്രമാണ് ചിതറാൾ ജൈനഗുഹാ ക്ഷേത്രം. പ്രവേശന കവാടത്തിൽ നിന്ന് 1 കിലോമീറ്ററോളം കയറ്റം കയറിയാൽ മാത്രമേ ക്ഷേത്രത്തിൽ എത്താൻ കഴിയൂ. പേടിക്കേണ്ട, പോകുന്ന വഴിയിൽ വിശ്രമിക്കാനായി ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. സന്ദർശകരുടെ നടത്തം അനായാസമാക്കാനായി കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളും ഉണ്ട്. ഉച്ചസമയത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. മല കയറാൻ താല്പര്യമുള്ളവരുടെ കാല് പൊള്ളും. ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ക്ഷേത്രത്തോടൊപ്പം പ്രകൃതി സൗന്ദര്യവും നന്നായി ആസ്വദിക്കാം. 1 കിലോമീറ്റർ നടന്ന് കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്ര കവാടത്തിൽ എത്തുമ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്നത് നമുക്ക് വിശ്വാസം പകരുന്ന, തണുപ്പും തണലും നൽകുന്ന വർഷങ്ങൾ പ്രായമുള്ള വലിയ ഒരു ആൽമരമാണ്. ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പടികൾ കയറി ചെല്ലുന്നത് കരിങ്കൽ കവാടത്തിലേക്കാണ്. പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഇതൊരു വ്യത്യസ്ത അനുഭവമാണ്. താഴെ എത്തുന്ന നമ്മളെ ആദ്യം കാത്തിരിക്കുന്നത് ജൈന ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന ഒരു ചുമരാണ്. ജൈനമതത്തിലെ 24 തീർത്ഥാങ്കരന്മാരെയും പത്മാവതി ദേവിയെയും അംബികാദേവിയെയുമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ശ്രീകോവിലിനുള്ളിൽ 3 പ്രതിഷ്ഠകളാണുള്ളത്. ഇടതുവശത്ത് പാർശ്വനാഥൻ, നടുക്ക് മഹാവീരൻ, വലതുവശത്ത് പത്മാവതി ദേവി എന്നിവരാണ് പ്രതിഷ്ഠ. കൂടാതെ നാഗപ്രതിഷ്ഠയും ഇവിടെയുണ്ട്. പുരാതന ഭാരതത്തിൽ രൂപം കൊണ്ട ഒരു മതവിഭാഗമാണ് ജൈനമതം. അഹിംസയാണ് ജൈനമതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം. ജിനൻ എന്ന വാക്കിൽ നിന്നാണ് ജൈനർ എന്ന പദം വരുന്നത്. ജേതാവ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഏതാണ്ട് 40 ലക്ഷം അനുയായികളാണ് ജൈനമതത്തിലുള്ളത്. പ്രധാനമായും കർണാടക, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ജൈനമത വിശ്വാസികൾ കൂടുതലുള്ളത്. സ്വപ്രയത്നം കൊണ്ട് മോക്ഷം പ്രാപിച്ച മഹാത്മാക്കളായ തീർത്ഥാങ്കരന്മാരെയാണ് ജൈനമതക്കാർ ആരാധിക്കുന്നത്. 24 തീർത്ഥാങ്കരന്മാരാണ് ഉള്ളത്. അതിൽ ആദ്യ തീർത്ഥാങ്കരൻ ഋഷഭനാഥനാണ്. ഋഷഭനാഥന്റെ വാഹനം കാളയാണ്. ഋഷഭനാഥൻ ഹിന്ദു പുരാണത്തിലെ ശിവൻ തന്നെയാണെന്നാണ് കരുതപ്പെടുന്നത്. മഹാവീരനായിരുന്നു അവസാന തീർത്ഥാങ്കരൻ. ക്ഷേത്രത്തിന്റെ ഗോപുരം നമുക്ക് കാണാവുന്നതാണ്. ക്ഷേത്ര ഗോപുരം അതേ വാസ്തുവിദ്യ പ്രകാരം പുനഃസ്ഥാപിച്ച ഒന്നാണ്. 4 വശവും അകത്ത് കടക്കാനായി ചെറിയ വഴികളുണ്ട്. പാറകളിൽ തമിഴ് ലിഖിതങ്ങൾ വട്ടെഴുത്ത് ലിപിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. തമിഴിൽ കൽവെട്ടെ എന്നും ഇതിനെ പറയാറുണ്ട്. പാറയുടെ അടിഭാഗത്താണ് ശ്രീകോവിലുള്ളത്. എത്ര വേനലിലും വറ്റാത്ത ഒരു കുളം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. കുളത്തിൽ ഒരുപാട് മീനുകളുമുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യത്തിന്റെ ആരംഭത്തോടെയാണ് തമിഴ്നാട്ടിൽ ജൈനമതം ക്ഷയിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഇവിടെ വന്നാൽ ഇവിടത്തെ മല കയറാതെ പോവരുത്. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം. ഉച്ചയ്ക്ക് ശേഷം വന്നാൽ നല്ല തണലും നല്ല കാറ്റും നമുക്ക് അനുഭവിക്കാം. മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ സുന്ദരവും മനോഹരവുമാണ്.
തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഭാഗങ്ങൾ ആ മലമുകളിൽ നിന്ന് കാണാം. തികച്ചും പ്രകൃതി രമണീയവും സൗന്ദര്യവും നിറഞ്ഞതുമാണ് ഈ സ്ഥലം. ഇവിടെ പ്രവേശന ഫീസ് ഒന്നും തന്നെ ഇല്ല. പാർക്കിംഗ് ഫീസ് മാത്രമാണ് ഉള്ളത്. നിങ്ങൾ പ്രകൃതിയെയും ചരിത്രത്തെയും ബഹുമാനിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ജൈന ഗുഹാക്ഷേത്രം കാണാതെ പോകരുത്. ലോകജാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.